രാജ്, ഒന്ന് ചുമ്മാതിരി. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ജോബ്. നാളെ ഇന്റേണൽ ഓഡിറ്റിംഗാ. അതിന്റെ റിപ്പോർട്ട്സാ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് രാജ്. മിത്ര, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഐ സെഡ് പ്ലീസ്. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ? ഹാപ്പി ആനിവേഴ്സറി രാജ്. ഓ, ചീപ്പ് സെന്റിമെന്റ്സ്. ഞാൻ ഓഫീസിൽ നിന്ന് വരാൻ വൈകും. എന്നെ വെയിറ്റ് ചെയ്യണ്ട. മിത്ര, ഇനിയെങ്കിലും ഈ കുട്ടികളിയൊക്കെ ഒന്ന് നിർത്ത്. കുറച്ചുകൂടെ മെച്യൂർഡ് ആവാൻ നോക്ക്. ലൈഫ്, ഫ്യൂച്ചർ ഇതൊക്കെ സെറ്റിൽഡ് ആക്കണം. ഞാൻ അതിനുള്ള ഓട്ടത്തില്ല. എനിക്ക് ഈ സെന്റിമെന്റ്സിലൊന്നും താല്പര്യമില്ല. സ്നേഹിക്കുന്ന ഒരാൾ തന്നെ കൈകളിൽ കോരിയെടുക്കുമെന്നും മുഖത്തും തലമുടിയിലും തടവി ആനന്ദിപ്പിക്കുമെന്നും ചെവിയിൽ നാണം വരുത്തുന്ന വാക്കുകൾ മന്ത്രിക്കുമെന്നുമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഒക്കെ വെറുതെ. ഇതിപ്പോൾ കഠിനമായ അവഗണനയാണ്, സ്നേഹശൂന്യതയാണ്, ഏകാന്തതയും തിരസ്കരണവുമാണ്. അപമാനിതയായ സ്ത്രീത്വത്തിന്റെ വേദനയുള്ള അവസ്ഥ. മാന്യരാൽ പുകഴ്ത്തപ്പെട്ട ഇത്തരം ഗൃഹസ്ഥാശ്രമം എനിക്ക് വേണ്ട. മിത്ര, ഞാനൊന്ന് മയങ്ങിപ്പോയി. ഇറ്റ് വാസ് എ ഹെക്ടിക് ഡേ. ഹലോ, എന്താ നന്ദൻ, കുറെ നാളായിട്ട് ഒരു വിവരമില്ലല്ലോ. ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്ത് തോന്നി വിളിക്കാൻ? നീ പറഞ്ഞ പോലെ കുറച്ചാളായില്ലേ വിളിച്ചിട്ട്. അപ്പൊ വെറുതെ ഒന്ന് ഡയൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഓൾ. വാട്സ്ആപ്പ് മാൻ, ഹൗ ഈസ് ദ തിങ്സ് ദേർ? ഫോർമാലിറ്റി ഒക്കെ കളാ, കാര്യം പറ. വേറൊന്നുമില്ല, ഞാൻ ഇന്ന് അവിടെ ലാൻഡ് ചെയ്യും. കുറച്ച് ദിവസം ഞാനുണ്ടാവും ട്രിവാൻഡ്രത്ത്. കമ്പനിയുടെ ഒരു സ്പെഷ്യൽ അസൈൻമെന്റ് ഉണ്ട്, ഒരു 20 days പ്രൊജക്ട്. നീ ബേജാറാവണ്ട, ഞാനൊരു ഡിസ്റ്റർബൻസ് ആവില്ല. താമസമൊക്കെ ഓഫീസ് അക്കോമഡേഷനിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഹേയ്, അതൊന്നും പറ്റില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ ഓഫീസ് അക്കോമഡേഷൻ ഒന്നും വേണ്ട. നീ ഇവിടെ താമസിച്ചാൽ മതി. മിണ്ടാനും പറയാനൊക്കെ ഒരാളാവുമല്ലോ.
എത്ര മണിക്കാ അറൈവൽ? ഈവനിങ് 4 o'clock. ഓക്കെ, ഞാനുണ്ടാവും പുറത്ത്. ഓക്കെ. നിനക്ക് ചേഞ്ച് ഒന്നുമില്ല. സ്വല്പം നര കയറിയിട്ടുണ്ടോ എന്നൊരു സംശയം. യു ലുക്ക് സ്മാർട്ട് ആൻഡ് ഹാൻസം. ഹൗ ഇസ് യുവർ ലൈഫ്? അടിച്ചുപൊളിയാണോ അതോ വയസ്സൻ ലൈഫാണോ? ഒരു ഓട്ടപ്പാച്ചില. എല്ലാം സെറ്റിലാക്കാനൊരു തത്രപ്പാട്. ഹൗ ഇസ് മിത്ര? മിത്ര ഈസ് ഫൈൻ, ബട്ട് എനിക്ക് ഈ സെന്റിമെന്റ്സ് ഒന്നും അത്ര പിടിക്കില്ല. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, പെണ്ണിനെ സോഫ്റ്റായ ഒരു പൂവിനെ പോലെ കൊണ്ടുനടക്കണം. നിനക്കത് പണ്ടേ അറിയില്ല. ഹും. ഹായ് മിത്ര, ഹൗ ആർ യു? ഇത് നന്ദൻ, എൻ്റെ കോളേജ് ഫ്രണ്ടാ. ഒരു 10-20 ദിവസം കൂടി ഉണ്ടാവും. ഇയാൾക്ക് ഇവിടെ ഒരു പ്രൊജക്റ്റ് അസൈൻമെൻ്റ് ഉണ്ട്. വാ. ഇത്രയും സോ ക്യൂട്ട് വൈഫ് ഉണ്ടായിട്ടാണോ നീ 24 മണിക്കൂർ ആ ഓഫീസിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നത്? ഞാനാണെങ്കിൽ ആ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചെന്നെ. റിയലി സെയിങ് യു ആർ സോ ബ്യൂട്ടിഫുൾ. വാടാ. എനിക്ക് വേണ്ടി ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതൊക്കെ എല്ലാം ഒന്ന് കരക്കടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ. എല്ലാം വിചാരിക്കുന്ന പോലെ നേരെയായിട്ട് വേണം. മിത്ര ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ഒന്ന് ജീവിക്കാൻ. അതുവരെ വർക്ക് ഹോളിക്കാവാതിരിക്കാൻ പറ്റില്ല. ഗോൾസൊക്കെ സെറ്റിൽ ചെയ്ത് വരുമ്പോഴേക്കും ജീവിതം അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാവും. പ്രണയിക്കാൻ തോന്നുമ്പോൾ ദാ ഇപ്പം പ്രണയിക്കണം. മനസ്സും ശരീരവും പറയുന്ന പോലെ എത്രമേൽ ആസക്തിയോടെ അത്രമേൽ. ഏയ് മിത്ര, ഒന്നുമില്ല, ഇറ്റ്സ് ഓക്കെ. മിത്ര, ദാ നോക്ക്, മാറി. നിന്റെ വിരൽത്തുമ്പുകൾ എൻ്റെ വസന്തത്തിൽ പൂക്കുന്നു. എന്നെ മാറോട് ചേർക്കുന്ന പൗരുഷം കാത്ത് എനിക്ക് ദാഹിക്കുന്നു. വിലക്കപ്പെട്ട കനികൾ എൻ്റെ ഹൃദയത്തിൽ വേലിയേറ്റം നടത്തുമ്പോൾ അരുതെന്ന് പറയാനാവാതെ ഞാൻ മുഴുവൻ കുതിരുകയാണ്. ഇതെന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. പുണർന്ന് സ്വീകരിക്കാൻ എനിക്കൊരു ശരീരത്തെ വേണം, ഒറ്റയ്ക്കല്ലെന്ന് എനിക്ക് തന്നെ തോന്നാൻ.
മിത്ര, ഐ ആം ലിവിംഗ്. ഐ വിൽ ബി ലേറ്റ്. ഇതെല്ലാം മിത്രയുടെ കളക്ഷൻസ് ആണോ? ഓസം. എല്ലാം കെയർഫുള്ളി സെലക്റ്റഡ് ടൈറ്റിൽസ്. ഇസഡോറ ഡങ്കൻ, ഡി.എച്ച്. ലോറൻസ്, കാസനോവ, ഒലീവിയ കണ്ണിങ്. വാവ്! വൺ നൈറ്റ് വിത്ത് സോൾ റിഗ്രറ്റ്, സ്പൈസി ആൻഡ് ഹോട്ട്. ഹലോ, ശരിക്കും ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണോ? സ്പൈസി ആൻഡ് ഹോട്ട്? എന്തിനാ ഇത്ര സങ്കടം? ഏ ഐ എം സോറി മിത്ര. ഇഫ് ഇറ്റ് ഈസ് ടു പ്രൈവറ്റ് ടു ആസ്ക്, വന്നപ്പോൾ മുതൽ ചോദിക്കണമെന്ന് കരുതിയത്. എത്ര നാൾ ജീവിക്കും ഇങ്ങനെ? എങ്ങനെ? ഇതുപോലെ ഒട്ടും സ്നേഹിക്കപ്പെടാതെ. Hey, you know something? You're so beautiful. But you know something? സങ്കടം ഉണ്ടാക്കുന്ന ഒരു രാത്രി കഴിയുമ്പോൾ പകല് മുഴുവൻ ചിരി കൊണ്ട് മുഖം നിറയ്ക്കണം. അതാ ഇവിടെ എൻ്റെ ജോലി. ഇവിടെ വന്ന സമയം മുതൽ എനിക്കത് മനസ്സിലായി. സത്യത്തിൽ രാജല്ല, പകരം ഞാനായിരുന്നു മിത്രയെ പോലൊരു പെൺകുട്ടിക്കൊപ്പം ജീവിക്കേണ്ടിരുന്നത്. അങ്ങനെ പോലും തോന്നി. സാരില്ല, എനിക്ക് വിധിച്ചിട്ടുള്ളത് ചിലപ്പോ ഇതായിരിക്കും. ലവ് നീഡ്സ് കറേജ്. ധൈര്യം വേണം സ്നേഹിക്കാനും ആനന്ദിക്കാനും. മനസ്സിനെ സ്നേഹിക്കേണ്ടത് ശരീരത്തിലൂടെയാ മിത്ര. അതാണ് മിത്രയ്ക്ക് കിട്ടാത്തത്. ഞാൻ കാണുന്നുണ്ട് ഇതിനുള്ളിൽ കത്തുന്ന കടൽ. നേരത്തെ വായിച്ച കവിതയിലെ പോലെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഉടലിൻ്റെ ദാഹം തമ്മിൽ തമ്മിൽ അണച്ചു ചേർക്കാൻ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ അലിഞ്ഞു കുതിരാൻ. വേണ്ട, തെറ്റാണ്. അല്ല മിത്ര, ഒരിക്കലും തെറ്റല്ല. എനിക്കറിയില്ല, മനസ്സിൽ മാത്രം കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പൊ തെറ്റും ശരിയൊന്നും എനിക്കും അറിയാത്ത പോലെയായി. എന്നെ സ്നേഹിക്കാനും ആരൊക്കെ ഉള്ളതുപോലെ. ഐ ലവ് യു മിത്ര. ഐ നീഡ് യു. മിത്ര, മിത്ര, നിനക്ക് ഓർമ്മയില്ലേ, ഫാമിലി ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി നിന്റെ പേരിലൊരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയിരുന്നില്ലേ? ഇത് അതിൻ്റെ എസെൻഷ്യൽ ഡോക്യുമെന്റ്സാ. അവിടെ ഓഫീസിൽ കിടക്കുകയായിരുന്നു. കീപ് ഇറ്റ് സംവെയർ സേഫ്. മിത്ര, എന്താ, എന്തു പറ്റി? എന്ത് പറ്റാൻ? ഇങ്ങനെയുള്ള ജീവിതത്തേക്കാൾ കൂടുതൽ ഇനി എന്ത് പറ്റാൻ? ദിസ് ഈസ് ഡേഞ്ചറസ് നന്ദൻ. എനിക്ക് പേടിയുണ്ട്, പക്ഷേ എനിക്കെന്നെ തടയാൻ പറ്റുന്നില്ല. പേടിക്കരുത്. പേടിയെപ്പോലെ മറ്റൊരു ശത്രുവില്ല ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ.
കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ചിട്ടല്ല. ചിലതൊക്കെ അനുഭവിച്ചറിയേണ്ടതാ മിത്ര. ജീവിക്കാം, സ്നേഹിക്കാം, നൃത്തം ചെയ്യാം, പാട്ടുപാടാം, എന്തും ചെയ്യാം ജീവിതത്തിൽ. ദിസ് മൊമെന്റ്, അതാണ് സമയം. രാജിനോട് എനിക്കിപ്പോ നന്ദിയാണ്. രാത്രിയും പകലും ഒക്കെ എന്നിങ്ങനെയൊക്കെ അവഗണിക്കുന്നതിന്. അല്ലായിരുന്നെങ്കിൽ ഈ സ്നേഹം എനിക്ക് കിട്ടുമായിരുന്നില്ല. മിത്ര, ഇതിന് എത്രത്തോളം ആയുസുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അത് ചെറുതായാലും വലുതായാലും എൻ്റെ ഓരോ കോശത്തിലും ഇപ്പം നിന്നോടുള്ള ഭ്രാന്ത. അത്രയ്ക്ക് നീ എന്നെ പ്ലീസ് നന്ദൻ, വേണ്ട, ഇപ്പൊ വേണ്ട. നന്ദൻ, ഫോൺ. just leave it. This is not sex. This is naked poetry. രാജു പോലും എന്നെ ഇത്രയധികം ഓർഗാസ്മിക് ആക്കിയിട്ടില്ല. ചിലപ്പോ ഇതാവും ശരിക്കുള്ള ഞാൻ. മറ്റൊരാൾ. കൂടെ വാ മുംബൈയിലേക്ക്. ജീവിതം ആഘോഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. Candle light dinners, good wines, bubble baths, wild love makings, Masters and Johnson.
ഈ അൺസാറ്റിസ്ഫൈഡ് ലൈഫിൽ നിന്ന് നീ വാ. ഞാൻ വരും, എവിടേക്കായാലും വരും. എൻ്റെ പ്രോജക്റ്റ് വർക്ക് നാളെ തീരാണ്. ഇനി അധികം വൈകണ്ട. നാളെ തന്നെ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. രാവിലെ ആസ് യൂഷ്വൽ ഞാൻ ഓഫീസിൽ പോകും. അവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക്. 4 o'clock നീ എയർപോർട്ടിൽ ജോയിൻ ചെയ്യണം. ടിക്കറ്റ്സ് ഞാൻ ബുക്ക് ചെയ്യാം. Prepare your things and get ready. നന്ദൻ, I trust you. Let me take you to the heaven. ലൈഫിലെ സെലിബ്രേഷൻസ് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ജോലിയുടെ ബാക്കിയുണ്ട്, അത് തീർത്തിട്ട് വരാം. മിത്ര, ഒന്ന് നിന്നേ. എ സ്മോൾ സർപ്രൈസ്. Materialistic life. മിത്ര, നീ ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ എനിക്കൊരു സുഖമില്ല. അത് ഓഫീസിലായാലും വീട്ടിലായാലും. മിത്ര, എന്താ നന്ദൻ ഫോൺ എടുക്കാത്തെ?
ഹലോ നന്ദു, നീ എവിടെയാ? When will you reach? ഹലോ ഹലോ ഹലോ. Mm-hmm.